ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നേരെ നേരെ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയി. കുറച്ച് നന്നായിട്ട് ലേറ്റ് ആയി പോയി. എന്താ പറയാ, ഇനിയിപ്പോ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ഞാനത് കുളമാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ കാണിക്കാം കേട്ടോ. ഇപ്പൊ എഴുന്നേറ്റ് സമയം ഒത്തിരി ലേറ്റ് ആയി. എന്നാലും എത്ര ലേറ്റ് ആയാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കാണിക്കാം. ജസ്റ്റ് ഒരു അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പോയിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തീർക്കട്ടെ കേട്ടോ. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. ഇന്നലെ കിടന്നപ്പോ കുറച്ചധികം ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഓഫ് ഡേയ്സിന്റെ തലേ ദിവസം ഞാൻ കുറച്ച് നേരത്തെ കിടന്നിട്ട് പിറ്റേ ദിവസം കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അതാകുമ്പോ കുറച്ച് നമുക്ക് അധികം സമയം കിട്ടുന്ന പോലെയാണല്ലോ. ലേറ്റായി എഴുന്നേറ്റ് കഴിഞ്ഞാല് ആ ദിവസം പിന്നെ തീർന്ന പോലെ തന്നെയാണ്. ഒന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ കഴിക്കാനും പറ്റില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു സീരീസ് ഇരുന്ന് കാണുന്നത് കൊണ്ട് അത് കാണാതെ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് നല്ല ലേറ്റായി കിടന്നു. കുറച്ചധികം ലേറ്റ് ആയിട്ട് എഴുന്നേക്കുകയും ചെയ്തു. അർജു വീട്ടിലില്ലാത്തതുകൊണ്ട് വിളിച്ചുണർത്താനോ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ പതിവ് പോലെ തന്നെ നേരെ വന്നിരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റൂമിൽ കുറച്ചു നേരം ഇങ്ങനെ തന്നെ ഇരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കുന്നു കുറേ ഇരുന്ന് ആലോചിച്ചു. പിന്നെ എന്തായാലും ബ്രഷ് ചെയ്യണമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നേരെ ബ്രഷ് ചെയ്യാൻ വന്നു. അതിന്റെ കൂടെ ഇപ്പൊ ഞാൻ വീക്ക്ലി ഒരു വട്ടം ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു സ്ക്രബ് ഞാൻ വീക്ക്ലി ഒരു വട്ടം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ പിന്നെ വിന്ററും കൂടെ ആയതുകൊണ്ട് സ്കിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഡ്രൈ ആവുന്നത് കൊണ്ടും കുറേ ഡെഡ് സ്കിൻ ഉള്ളത് പോലെ എനിക്ക് തന്നെ ഒരു ഫീലാണ്. ആ ഫീലൊന്ന് മാറ്റാൻ വേണ്ടി ഒരു സ്ക്രബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആയ പോലെയാണ്. അത് കഴിഞ്ഞ് ഫേസ് വാഷും കൂടെ ചെയ്തു. ഗൈസ്, ഫേസ് ഒക്കെ കഴുകി വന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഇളകുന്നുണ്ടോ? ഞാൻ എന്താ പറയാൻ വന്നേ, മറന്നുപോയി. എന്റെ ക്ലെൻസർ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാനൊരു ടേമറിക്കിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ എനിക്ക് എന്റെ സെറ്റാഫിലിന്റെ തന്നെയാണ് ഇഷ്ടം. കാരണം വേറെ ഏത് ക്ലെൻസർ ഞാൻ യൂസ് ചെയ്യുമ്പോഴും എന്റെ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആവുന്നു. സെറ്റാഫിൽ അല്ല, സെറാവി. രണ്ടും ഇഷ്ടമാണ്. സെറ്റാഫിലും ഇഷ്ടമാണ്. സെറാവി ആകുമ്പോൾ എനിക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ഔട്ട് ആവില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എന്റെ സ്കിന്ന് ഒരു എന്താ പറയാ, എന്റെ സ്കിൻ ടൈപ്പ് വന്നിട്ട് ഇടയ്ക്ക് ഡ്രൈ ആയിരിക്കും, ഇടയ്ക്ക് കോമ്പിനേഷൻ പോലെ തോന്നും. അങ്ങനെയൊക്കെയാണ്. നോർമൽ സെൻസിറ്റീവ് സ്കിന്നൊന്നും അല്ല. പക്ഷേ മറ്റേ വേറെ ക്ലൻസേഴ്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് സ്കിന്ന് വല്ലാതെ ഡ്രൈ ആവുന്ന പോലെ തോന്നി. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ലാസ്റ്റ് തീരാറായി കേട്ടോ എന്റെ എല്ലാ ഐറ്റംസും. ഞാനൊന്ന് ഫേസ് ഒന്ന് വെറ്റാക്കിയിട്ട് വരാം, എന്നിട്ടേ ഞാൻ സീറം അപ്ലൈ ചെയ്യാറുള്ളൂ. ഓക്കെ, തീർന്നോ ഗൈസ്? അൺഫോർച്ചുനേറ്റ്ലി എന്റെ സിറം തീർന്നു. അപ്പൊ നമുക്ക് തൽക്കാലം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുന്നവരെ നമ്മുടെ മോയ്സ്ചറൈസർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനാണെങ്കില് എല്ലാം തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുക. തീരാറാവുമ്പോൾ ഓർഡർ ചെയ്യുന്ന ശീലം എനിക്കില്ല. അത് മാക്സിമം ഉപയോഗിച്ച് തീർത്തിട്ട് അടുത്ത ബാച്ച് ഞാൻ ഓർഡർ ചെയ്യുള്ളൂ. അതാണ് എപ്പോഴും ഈ ഗ്യാപ്പ് 1-2 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം ഗ്യാപ്പ് വരും കേട്ടോ. എനിവേ, ഇറ്റ്സ് ഫൈൻ. നമ്മൾ ഒരു ദിവസം ചെയ്തില്ല അല്ലെങ്കിൽ 3-4 ദിവസം ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഇവിടെ വിന്റർ ആവാൻ തുടങ്ങി. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആവാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. എന്റെ നോട്ടം മൊത്തം വേറെ ആംഗിളിലേക്ക് പോകുന്നത്. സൺസ്ക്രീൻ വേണമെങ്കിൽ ഇടാട്ടോ. ഞാൻ എന്തായാലും ഇപ്പൊ ഇടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, എല്ലാരും ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട്
യൂഷ്വലി എല്ലാരും ചെയ്യുന്ന ഒരു സാധനമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതെന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനും ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. അത് നമ്മൾ എനിക്ക് തോന്നുന്നു സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്റെ കയ്യിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സൺസ്ക്രീൻ ഇടാറുള്ളത്, മുഖത്തിനേക്കാട്ടിലും. സാധാരണ വീക്ക് ഓഫ് കിട്ടുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അധികം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാ വീക്കും നമ്മൾ ലൈറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ, എല്ലാ വീക്കും അല്ല, എല്ലാ ദിവസവും നമ്മൾ ലൈറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ക്രേവിങ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ടൈം എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. നല്ല ലേറ്റ് ആയിട്ട് എഴുന്നേറ്റുകൊണ്ട് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തേലും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോന്ന് സെർച്ച് ചെയ്തപ്പോ അപ്പൊ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സ്മൂത്തീസോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ. പിന്നെ മാങ്ങ ഇരിക്കുന്നത് കണ്ടപ്പോ മാങ്ങ വെച്ചിട്ട് സ്മൂത്തി ആക്കാന്ന് വിചാരിച്ചു. അർജു പോയപ്പോ ബ്രെഡ് ടോസ്റ്റ് ആക്കി കഴിച്ചെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്നെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ മാങ്ങ വെച്ചിട്ട് സ്മൂത്തി ആക്കാന്ന് വിചാരിച്ചു. ഫ്രിഡ്ജൊക്കെ തുറന്ന് മിൽക്ക് നോക്കിയപ്പോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഓർഡർ ചെയ്യാൻ നിന്നാല് അവരെനി കൊണ്ടുവരുമ്പത്തേനും കുറച്ച് സമയം എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഉള്ള മിൽക്ക് വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ അഡൽട്ടിങ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ കല്യാണത്തിന് ശേഷമാണ് ഈ കിച്ചണിലേക്കൊന്ന് ചെറുതായിട്ടെങ്കിലും കയറാൻ തുടങ്ങിയത്. കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാല് അർജുന്റെ വീട്ടിലെത്തിയപ്പോ അപ്പോഴും ഞാൻ അധികം കിച്ചണിലൊന്നും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ തന്നെയായിരുന്നു അധികവും. പിന്നെ ഞങ്ങള് സ്വന്തമായിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. എല്ലാ കിച്ചൺ റെസ്പോൺസിബിലിറ്റീസും അങ്ങനെ എന്റെ തലയിലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്റെ കല്യാണത്തിന് ശേഷം എന്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയി എന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ് ഞാൻ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാനും പുതിയ റെസിപ്പീസ് പഠിക്കാനും അതൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. അതേപോലെ തന്നെ അർജു അങ്ങനെ തന്നെയാണ്. അർജു ഇവിടെ ബാച്ചിലറായിട്ട് നിന്നോണ്ട് തന്നെ എന്നെക്കാട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്നതും റെസിപ്പീസ് അറിയുന്നതും ഒക്കെ അർജു തന്നെയാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്റെ സ്മൂത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഞാൻ കുറച്ച് എഗ്ഗും കൂടെ ബോയിൽ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. കുറച്ചൊന്നുമില്ല, ഒരെണ്ണം ബോയിൽ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ലഞ്ച് കഴിക്കാൻ കുറച്ച് സമയം ലേറ്റ് ആവും. അപ്പത്തേനും ഈ സ്മൂത്തി വെച്ചിട്ട് അത്രയും സമയം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരു എഗ്ഗും കൂടെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ യൂസ് ചെയ്ത പാത്രങ്ങളും മിക്സിയുടെ ജാറും എല്ലാം കഴുകി വെച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ എല്ലാം ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നത് എന്തോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് എന്ത് പണി ചെയ്താലും അപ്പപ്പം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ആ ഏരിയ അങ്ങ് ക്ലീൻ ആക്കി വെക്കും കേട്ടോ. എഗ്ഗ് ശരിക്കും ആദ്യം ബോയിൽ ചെയ്യാൻ വെക്കണമായിരുന്നു. അത് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ എന്റെ സ്മൂത്തീനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതല്ലെങ്കിൽ ഒരു തണുപ്പില്ലാതെ കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഇന്നലെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ച കുറേ ഐറ്റംസ് ഹാളിൽ തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ മുമ്പെപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് അപ്പം ഞാനത് എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ മടി പിടിക്കും കേട്ടോ. പിന്നെ അത് ഹാളിലും കിച്ചണിലൊക്കെ ആയിട്ട് കുറെ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പൊ ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഇന്നലെ ഞാനൊരു അതിനൊരു മൈൻഡ് ചെയ്യാതെ ഇരുന്നതായിരുന്നു സത്യം പറഞ്ഞാല്. ഇന്ന് അതൊക്കെ എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. വെനസ്ഡേ ഞങ്ങള് അധിക വെനസ്ഡേസും ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരാറുള്ളത്. വെനസ്ഡേ മോർണിംഗ് ഷിഫ്റ്റ് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അധികം വരാറുള്ളത്. ഇന്ന് പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് ഐറ്റാണ്. ഫ്രൂട്ട്സ് ഐറ്റം എപ്പോഴും ഞങ്ങളുടെ വീട്ടില് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. എപ്പോഴേലും നമ്മൾ നന്നായിട്ട് വിശന്ന് വരുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ തോന്നിയാല് ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് പിന്നെ സ്പെഷ്യലായിട്ട് പപ്പായയും കസ്റ്റാർഡ് ആപ്പിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഞങ്ങളെ വീട്ടില് എപ്പോ ഉണ്ടാകുന്ന ഫ്രൂട്ടൊന്നും അല്ല കേട്ടോ. ഈ മാൻഡറിനും ആപ്പിളും അവക്കാഡോ ഒക്കെയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ ബനാന. അർജുന് ബനാന ഇല്ലാതെ ഒരു ലൈഫ് ഇല്ല. എന്തായാലും ഒരു ദിവസം ഒരു ബനാന എങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരില്ല. പിന്നെ വേറെയും കുറേയും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ബോട്ടിലൊക്കെ ആക്കി വെച്ചു. ഇതൊക്കെ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു. എന്റെ മടി കാരണം ഇന്നത്തേക്ക് വന്നതാണ്. പിന്നെ നേരെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഗായ്സ്, ഇത്
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാംഗോ ആണ്, മാംഗോ സ്മൂതി. കുറെ നാളായി മാംഗോ സ്മൂതി കഴിച്ചിട്ട്. ഞാൻ അധികം ഷുഗർ ആഡ് ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇതിന്റെ തന്നെ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മധുരം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇഷ്ടം. ആദ്യമൊക്കെ ഞാൻ ഡേറ്റ്സ് ആഡ് ചെയ്യായിരുന്നു. ഡേറ്റ്സ് ആഡ് ചെയ്യുന്നത് ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ഇപ്പൊ ഇവിടെ ഡേറ്റ്സ് സ്റ്റോക്ക് ഇല്ല. പക്ഷെ ഇത് കുറെ പേര് ഇങ്ങനെ ചോദിക്കും സ്മൂതി ഒക്കെ കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ, വയറ് നിറഞ്ഞ പോലെ ഫീൽ ഉണ്ടാവും. ആദ്യം നമ്മൾ പെട്ടെന്ന് നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് നാള് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രേ പിന്നെ വേണ്ടി വരുള്ളൂ. ഇതിലധികം തന്നു കഴിഞ്ഞാല് പിന്നെ കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഇത് മാക്സിമം ഇത് പിന്നെ ഞാൻ 2 എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയാകുമ്പോഴത്തേനും എന്റെ വയറ് ഓൾമോസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ വയറ് അത്യാവശ്യം ഫുള്ളാവും. പിന്നെ എഗ്ഗും കൂടെ കഴിക്കുമ്പോൾ നല്ല ഫുള്ളാവും കേട്ടോ. അപ്പോ നിങ്ങളും സ്മൂത്തീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാം കഴിക്കാം, പക്ഷെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക. അതാണ് എന്റെ ഒരു പോളിസി കേട്ടോ. ഞാൻ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്, ജിമ്മിലൊന്നും പോവാറില്ല, ഡയറ്റിൽ വെച്ചിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. ഞാൻ ചെയ്യുന്നത് ക്വാണ്ടിറ്റി കൺട്രോളിങ് ആണ്. അപ്പോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഞാനിത് കഴിച്ചു തീർക്കട്ടെ. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഞാനൊരു സീരീസ് വെച്ചിട്ടുണ്ട്, ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന സീസൺ 2 എത്തിയിട്ടേ ഉള്ളൂ. 6 സീസൺ ഉണ്ട്. മുമ്പേ കുറച്ചൊക്കെ കണ്ടിരുന്നു, പിന്നെ കണ്ടിന്യൂ ഇപ്പൊ വീണ്ടും കാണാൻ വെച്ചാണ് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ ഇരുന്ന് കാണട്ടെ. ബാക്കി വിശേഷങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. എന്നാ കിട്ടുന്നുണ്ടോ എന്തോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, വയറൊക്കെ ഫുള്ളായി. വയറ് നിറയുമ്പോ നമ്മള് മനസ്സും നിറയും. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എല്ലാരെ പോലെ തന്നെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഞാനിപ്പോ ഒരു സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി സപ്ലിമെന്റ്സിലൊന്നും ഞാൻ അധികം എടുക്കാറൊന്നുമില്ല. സപ്ലിമെന്റ്സ് ഒന്നും ആദ്യമായിട്ടാണ്. അല്ല, അതിനു മുമ്പ് ഞാൻ ഫിഷ് ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഫിഷ് ഓയിൽ എനിക്ക് കുറച്ച് എഫക്റ്റീവ് ആയി തോന്നിയുണ്ട് ഹെയർ ഫാൾ ഒക്കെ ഉണ്ടായിരുന്ന ടൈമില്. പിന്നെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഫിഷ് ഓയിലിന്റെ സപ്ലിമെന്റ് ഒരു 3 months 4 months എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ ബയോട്ടിൻ കഴിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ആണ്. വിന്റർ ആയതിന്റെ കുഴപ്പങ്ങളാണ്. വിന്റർ സീസൺ ആകുമ്പോൾ എനിക്ക് പൊതുവേ കുറച്ച് ഹെയർ ഫോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോ ഇവിടെ ഇപ്പൊ 2 years ആയി. ഞാൻ ഈ 2 വർഷവും വിന്റർ ആവുമ്പോ എനിക്ക് നോർമലി ഉള്ള ഹെയർ ഫോളിന് ബാക്കി ഇത് ഒന്നുകൂടെ കൂടിയിട്ട് വരും. അത് സീസണലാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഡാൻഡ്രഫ് ഇഷ്യൂ ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ വരിക ഈ വിന്റർ ആവുമ്പോഴാണ് കേട്ടോ. അപ്പോ അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഈ കുറച്ചൊന്ന് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബയോട്ടിൻ കഴിക്കുന്നത്. ഇതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ബ്രാൻഡ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക്. ഞാൻ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നതാണ്. ഒരെണ്ണം വെച്ച് കഴിക്കും കേട്ടോ. ഞാൻ രാവിലെയാണ് കഴിക്കാറുള്ളത്. നോക്കട്ടെ, ഇത് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ ഒരു വീക്ക് ആവുന്നേ ഉള്ളൂ കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ പോയേനെ. റിസൾട്ട് എന്ത് തന്നെയായാലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ ലെറ്റ് യു നോ. അല്ലാതെ ഇപ്പൊ ചുമ്മാ ഇത് ആനയാണ് ചക്കയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാം. നോർമലി റിസൾട്ട് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഈ സപ്ലിമെന്റിന്റെ ഒക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക്
ഓഫ് കോഴ്സ് വി വിൽ ഗെറ്റ് റിസൾട്ട്. പക്ഷെ വെനെവർ വി സ്റ്റോപ്പ് ദിസ്, ആ ഒരു എഫക്ട് നമ്മൾ ഉണ്ടായ ഹെയർ ആണെങ്കിൽ വീണ്ടും ഹെയർ ഫോള് തുടങ്ങും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ സപ്ലിമെന്റ്സ് 3 monthsലേക്കാണ് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഒരു 1 month ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും നെക്സ്റ്റ് സീരീസ് എന്താ പറയാ, നെക്സ്റ്റ് ഡോസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഒരു 3 months സപ്ലൈ ആണ്. എന്തായാലും ഞാൻ കഴിച്ചിട്ട് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ വിൽ ലെറ്റ് യു നോ ഗൈസ്. ഐ ഹോപ്പ് ദർ വിൽ ബി സം പോസിറ്റീവ് ചേഞ്ചസ്. ബിക്കോസ് ഹെയർ ഫോള് ഞാൻ ആദ്യം മൈൻഡ് ചെയ്യാത്ത, ഇവിടെ വന്നപ്പോ എനിക്ക് അധികം ഹെയർ ഫോളും, നാട്ടിൽ നിന്ന് എനിക്ക് ഹെയർ ഫോളേ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ്, ഇവിടുത്തെ ക്ലൈമറ്റും വാട്ടറും ഒക്കെയാണ് പ്രശ്നം എന്ന് തോന്നുന്നു. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര മുടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു, വിഷമായിരുന്നു. പിന്നെ അതിന് ഞാൻ യൂസ് ടു ആയി. ഇപ്പൊ വീണ്ടും അതെനിക്കൊരു നോർമൽ ഒരു അറിയാം എനിക്ക് ഇത്ര ഹെയർ പോകും എന്നുള്ളത്. പക്ഷെ അതിൽ ഇപ്പൊ കുറച്ചുകൂടെ കൂടി, വിന്റർ ആകുമ്പോൾ അത് കൂടുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഹെയർ നന്നായിട്ട് വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ സപ്ലിമെന്റ് എടുക്കുന്നത്. എനിവേ ലെറ്റ്സ് സീ. ഇനിയിപ്പോ എന്താ, ആദ്യം ഞാൻ ഒരു എപ്പിസോഡ് നമ്മുടെ സീരീസ് ഇരുന്ന് കാണട്ടെ. ഒരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു 45 minutes ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കാണാട്ടോ. സോ ഗായ്സ്, എന്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൽ കൂടുതലായിട്ടൊന്നും ഇല്ല. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നുമില്ല. ഇന്ന് വർക്കിംഗ് ഡേ അല്ല, ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസമാണ്. അതേപോലെ അർജു ഇവിടെ ഇല്ല. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ രണ്ടുപേരുണ്ടെങ്കിൽ കുറെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ പുറത്തു പോകാൻ പ്ലാൻ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെയായാലും മോർണിംഗ് ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്യും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, സ്കിൻ കെയർ ചെയ്യും, പിന്നെ എന്റെ സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കും, പിന്നെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അതൊക്കെ തന്നെ. പിന്നെ ഇത്രയൊക്കെയാണ് എന്റെ റൂട്ടീനിൽ വരുന്നത്. 3 days മോർണിംഗ് ഷിഫ്റ്റ് വരുമ്പോൾ ഞാൻ ഏർലി മോർണിംഗ് പോകും. ഒരു 5:20 ഒക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ ഇതൊന്നും നടക്കില്ല. അപ്പോൾ അത് വേറൊരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അത്രയൊക്കെ തന്നെ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്ത എന്താന്ന് വെച്ചാൽ എനിക്ക് ആഫ്റ്റർനൂൺ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അത് വീഡിയോ ആയിട്ട് എടുക്കാൻ മടിയാണ് എനിക്ക്. അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള. അപ്പോ ഒരു മോർണിംഗ് മാത്രമായിട്ട് ഇപ്പൊ ഞാൻ നിർത്താന്ന് വിചാരിച്ചു. അപ്പോ എന്റെ ഒരു ഒരു മോർണിംഗ് വ്ലോഗ് ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.